ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട് ഒരു ലൈറ്റ് ഷോ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞങ്ങളിത് കോഴിക്കോട് ലൈറ്റ് ഷോയിലെത്തി. ഞാൻ വിചാരിച്ചു ഭയങ്കര എന്തോ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എല്ലായിടത്തും ലൈറ്റ്സ് വെച്ചിട്ടുള്ള ഓരോ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ആൾക്കാരായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഭയങ്കര പൊടിയുണ്ടായിരുന്നു. ഞാൻ മാസ്കൊക്കെ വെച്ചിട്ടാണ് ടൈലയിൽ നടന്നതൊക്കെ. അവിടെ ഫുള്ളായിട്ട് ലൈറ്റ് വെച്ചിട്ട് ഉള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ പാർക്ക് ഫുൾ ആൾക്കാരായിരുന്നു. പിന്നെ ലൈറ്റ് വെച്ചിട്ടുള്ള പല പല സംഭവങ്ങൾ, വലിയ തണ്ട് പോലത്തത്, പിന്നെ അങ്ങനെ ഫൗണ്ടൻ പോലത്തത്. പിന്നെ അവിടെ കുറച്ചുകൂടി നന്നായിട്ടുണ്ടായിരുന്ന ആ ഡ്രാഗനാണ് കേട്ടോ. ഡ്രാഗൻ്റെ തലയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഡ്രാഗൻ ഇങ്ങനെ കുറച്ച് നീളമൊക്കെ ഉള്ള ഡ്രാഗനാണ്. കുറേ ദൂരമുണ്ട്, വാലൊക്കെ നല്ല രസമൊക്കെ ഉള്ള വാലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. തൊട്ടടുത്തായിട്ട് എല്ലായിടത്തും അടുത്തടുത്തായിട്ട് കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 3D ടൈപ്പുള്ള ഒരു ആനയും ഒരു സിംഹവും ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം വെറൈറ്റി ആയിരുന്നു. പിന്നെ ഈ ഒരു മരം ഫുൾ ലൈറ്റ്, അതായത് ആ മരത്തിൻ്റെ ഒരു ഭാഗം മൊത്തം ലൈറ്റായിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിലേക്ക് നടന്നു. അപ്പോൾ ശിവാനി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവൾ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണം. അതും മാലിട്ട സമയത്താണ് അവൾ ഐസ്ക്രീമിന് വാശി പിടിക്കുന്നത്. അമ്മ പറഞ്ഞ ഐസ്ക്രീം ഒന്നും വാങ്ങാൻ പറ്റില്ല, പിന്നെ വാങ്ങിത്തരാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് എത്തി. പിന്നെ അവിടെ ഒരു മരത്തിൽ ഈ ഒരു ലൈറ്റൊക്കെ തൂക്കിയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തു കൂടി കുറേ വണ്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞ് എവിടെയാണ് ഗേറ്റ് എന്നറിയാതെ ഇതിലേക്ക് വന്ന് ഞങ്ങൾ വന്ന സ്ഥലത്ത് തന്നെ പിന്നെയും കുറേ തവണ എത്തി. 2026 അടുത്ത് അങ്ങനെ പിന്നെ വലിയൊരു സംഭവം കണ്ടു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വലിയ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ന്യൂ ഇയർ.